കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 8, 9 നമുക്കിപ്പോൾ നോക്കാം. അവൾ തന്നാൽ ആവത് ചെയ്തു. കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു. സുവിശേഷം ലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പശ്ചാത്തലം നമുക്കറിയാം. ബഥാന്യയിലെ ലാസറിൻ്റെ സഹോദരിയായ മറിയ യേശുവിൻ്റെ അടുക്കൽ വന്ന് വിലയേറിയ തൈലം യേശുവിൻ്റെ തലയിലൊഴിച്ചു. അപ്പോൾ അവിടെ ഇരുന്ന ചില ആൾക്കാർ ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അവളെ ഫൽസിച്ചു. എന്നാൽ യേശു അവളെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംസാരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറിയ എന്ന് എഴുതിയിട്ടുണ്ട്. മർക്കോസിൻ്റെ ഭാഗത്ത് ഒരു സ്ത്രീ എന്ന് എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അവിടെ ആ ഒരു വൈകാരികമായ ഒരു ബന്ധത്തെ കാണിക്കുമ്പോൾ മർക്കോസിലെ ഭാഗം ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവൾ തന്നാലാവത് ചെയ്തു. ഒരു സ്ത്രീ വഴി പാപം ലോകത്തിൽ കടന്നു. മാനവവർഗത്തിന് മുഴുവൻ ബുദ്ധിമുട്ട് വന്നു. ഇവിടെ മറ്റൊരു സ്ത്രീ, യേശു പറയുന്നത് അവൾ തന്നാലാവത് ചെയ്തു. ആദ്യത്തെ സ്ത്രീ അവളുടെ ജഡമനസ്സിനാൽ പാപം ചെയ്തു. കണ്ണിന് നല്ലത്, തിന്നാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ പറ്റിയത് എന്ന് നോക്കി അനലൈസ് ചെയ്ത് ചിന്തിച്ച് പാപം ചെയ്തു. ഇപ്പുറത്തേക്ക് വരുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ദേ നോക്കിക്കേ, വെങ്കൽ ഭരണി പൊട്ടിച്ച് തൈലം യേശുവിൻ്റെ തലയിലൊഴിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം ചേർത്ത് വായിച്ചാൽ തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഇതാണ് സുവിശേഷം. പുറമേയുള്ള മനുഷ്യൻ ജഡമനസ്സ് പൊട്ടിയാൽ അകത്തെ ആത്മാവിൻ്റെ സൗരഭ്യം പരക്കും. അത് പരന്നാൽ ഇന്ന് കുടുംബജീവിതത്തിൽ, വ്യക്തിജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ എന്തെങ്കിലും ദുർഗന്ധമുണ്ടെങ്കിൽ അത് ഈ സുവിശേഷം മാറ്റും. ഇതാണ് സുവിശേഷത്തിൻ്റെ പവർ. യേശു കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തി അതാണ്. ജീവിതത്തിലെ ദുഃഖങ്ങളെ, ദുർഗന്ധങ്ങളെ, നിരാശകളെ, കയ്പുകളെ മാറ്റും. അതെവിടെ ഉണ്ട്? നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആദ്യത്തെ ആദാം ജീവനുള്ള ദേഹിയായിരുന്നു. ഒടുക്കത്തെ ആദാം യേശു കർത്താവ് ജീവിപ്പിക്കുന്ന ആത്മാവായി. അതുകൊണ്ടാണ് ഇവിടെ തൻ്റെ മരണത്തെക്കുറിച്ച് യേശു കർത്താവ് പരാമർശിക്കുന്നത്. അവൻ ജീവിപ്പിക്കുന്ന ആത്മാവാകാൻ പോവുകയാണ്. അങ്ങനെ ജീവിപ്പിക്കുന്ന ആത്മാവായാൽ പുറന്തോട് പൊട്ടണം. പൊട്ടിക്കും സുവിശേഷം, സൗരഭ്യം വീശും. ജഡത്തിൽ ചെയ്താൽ എന്ത് പറ്റും? ജഡത്തിൽ ചെയ്താൽ ഇത് 300 വെള്ളിക്കാശ് വിലയുള്ളതാണെന്ന് തോന്നും. യേശുവിൻ്റെ തലയിലൊഴിച്ചത് മണ്ടത്തരമാണെന്ന് തോന്നും. ആത്മാവിൽ വെളിപ്പെട്ടാലോ, അവൻ എനിക്കുള്ളത് മുഴുവനും, എൻ്റെ സ്നേഹം മുഴുവനും ഞാൻ അവന് പകരുകയാണ്. കാരണം അവൻ എൻ്റെ ജീവിതത്തിൽ ഉയർപ്പ് തന്നവനാണ്, ഉയർപ്പിൻ്റെ ശക്തി തന്നവനാണ്, എൻ്റെ കുടുംബത്തെ ഉദ്ധരിച്ചവനാണ്. എൻ്റെ ഹൃദയം മുഴുവനും അവന്. ഒരുവൻ തൻ്റെ സർവസമ്പത്തും പ്രേമത്തിന് വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചു കളയും എന്ന് ഉത്തമഗീതത്തിൽ പരിശുദ്ധാത്മാവ് ആലങ്കാരികമായിട്ട് പ്രസ്താവിച്ചിരിക്കുന്നു. ഇതിൻ്റെ തൊട്ട് താഴെയുണ്ട് ജഡത്തിലൊരുത്തൻ ചെയ്തത്. കൂടെ നടന്നവൻ, ഒരു പാത്രത്തിൽ നിന്ന് തിന്നവൻ, 30 വെള്ളിക്കാശിന് മഹാപുരോഹിതന്മാർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ വഴികാട്ടിയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പത്രോസ് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, യേശുവിനെ കൊന്നവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദ. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയായിരുന്നു. എങ്ങനെ ഇവനെ പിടിക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ ഈ പുള്ളിക്കാരൻ വഴികാട്ടിയായി തീർന്നു. കണ്ടോ, ഒരു സ്ത്രീ സുവിശേഷത്തിന് വഴികാട്ടിയായി തീർന്നു. ജഡത്തിൽ ഇടപെട്ടവൻ ശത്രുക്കൾക്ക് വഴികാട്ടിയായി തീർന്നു. ഈ ഭാഗ്യം അല്ലെങ്കിൽ ആത്മാവിലുള്ള നടത്തിപ്പ് അതെങ്ങനെ പ്രാപിക്കാം? തുടർന്നുള്ള ഭാഗം അതാണ്. യേശുവരോട് പറയാണ്, ഞാൻ ഇടയനെ വിട്ടും ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ പത്രോസും കൂടെയുള്ള ശിഷ്യന്മാരെല്ലാം പറഞ്ഞു, ഇല്ല, ഞങ്ങൾ നിന്നെ വിട്ടു പോകുകയില്ല. മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ നിന്നെ തള്ളിപ്പറയുകയില്ല. യേശു പറഞ്ഞു, ഇന്ന് കോഴി 2 വട്ടം കൂവുന്നവനും 3 വട്ടം പത്രോസേ നീ എന്നെ തള്ളിപ്പറയും. അങ്ങനെ തന്നെ സംഭവിച്ചു.
കാരണം പുറന്തോട് പൊട്ടിയില്ല. പിന്നീട് നമ്മൾ പത്രോസിനെ കാണുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ സൗരഭ്യം ആത്മാവിൽ നിന്ന് പകർന്നവൻ. അവൻ്റെ വചനം കേട്ടിട്ട് പുറന്തോട് പൊട്ടി ഹൃദയത്തിൽ കുത്തുകൊണ്ടവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? 3000 പേർ സ്നാനപ്പെട്ടു. ഇത് തന്നെയാണോ ഇതിൻ്റെ ദൂത്? അത് കൺഫേം ചെയ്യുകയാണ് തുടർന്നുള്ള ഭാഗം. ഗത്സമനയിൽ യേശു കർത്താവ് പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. ജഡത്തിലാണ് ആദാം ഹവ്വ വീണത്. അതിന് ജയിക്കാനാണ് യേശു കർത്താവിൻ്റെ ക്രൂശ് മരണവും അതിൻ്റെ ബെനിഫിറ്റ്സും നമുക്ക് തന്നത്. സുവിശേഷം നിസ്സാരമല്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ രക്തം തളിക്കപ്പെട്ട വെള്ള ഉടുപ്പാണത്. വെള്ള ഉടുപ്പ് എല്ലാവർക്കും ഉണ്ട്, ചുവന്ന ഉടുപ്പ് എല്ലാവർക്കും ഉണ്ട്. ഇത് രക്തം തളിക്കപ്പെട്ട വെള്ള ഉടുപ്പ്. സുവിശേഷത്തിൻ്റെ പവർ അത് നമ്മുടെ ആത്മാവിൽ അനുഭവിക്കണമെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ജഡത്തിലിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിനോടകന്ന് പരദേശികളാണ്. ആ പരദേശിയെ സ്വദേശിയാക്കുന്നതാണ് പ്രാർത്ഥന. ജഡം വെളിപ്പെടാതെ ആത്മാവ് വെളിപ്പെടേണ്ടതിനാണ് പ്രാർത്ഥന. പൗലോസ് വളരെ ജ്ഞാനിയായിരുന്നു, വെളിപ്പാട് പ്രവചനായിരുന്നു. വലിയ കൃപകളും കൃപാവരങ്ങളും കിട്ടി, അദ്ദേഹത്തിന് തന്നെ അറിയാം. അതുകൊണ്ട് അദ്ദേഹം സഭായോഗത്തിന് പോകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത് എന്താണ്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഭയത്തോടും നടുക്കത്തോടും കൂടെ ഇരുന്നു. എന്താ ഈ ഭയം, നടുക്കം? എൻ്റെ ജഡം വെളിപ്പെടുമോ എന്നുള്ള ഭയം, നടുക്കം. വെളിപ്പെട്ടാൽ സുവിശേഷത്തിൻ്റെ സത്യം സൗരഭ്യം പരക്കേല. പൗലോസിൻ്റെ പ്രാഗൽഭ്യവും ആച്ഛാദര്യവും ജ്ഞാനവും പാരമ്പര്യവും വെളിപ്പെടും. അത് വെളിപ്പെട്ടാൽ കേൾക്കുന്നവർക്ക് സുഖമാണെങ്കിലും പറയുന്നവന് സന്തോഷമാണെങ്കിലും പ്രയോജനമില്ല. അത് യൂദ ശത്രുക്കൾക്ക് വഴികാട്ടിയതുപോലെ പലതിനും വഴികാട്ടലായി മാറുന്നേ ഉള്ളൂ. പക്ഷേ ഈ സ്ത്രീ ചെയ്തതുപോലെ സുവിശേഷത്തിൻ്റെ സൗരഭ്യം വീട് മുഴുവൻ നിറയ്ക്കണമെങ്കിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഇരിക്കണമെന്നുള്ള ആത്മാവിൻ്റെ വെളിപ്പാട് വരണമെങ്കിൽ പ്രാർത്ഥിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ആ അധ്യായത്തിൽ തന്നെ 51-ാം വാക്യത്തിലുണ്ട്, ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പ് പുതച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവർ അവനെ പിടിച്ചു, അവനെ പുതപ്പ് വിട്ട് നഗ്നനായ ഓടിപ്പോയി. ഉണ്ടോ? ജഡത്തിലൊരു മനുഷ്യന് കർത്താവിനെ ഫോളോ ചെയ്യാൻ കഴിയുകയില്ല. മറിച്ച് ആത്മാവ് നിറഞ്ഞവനായാലോ, നിങ്ങളെന്നെ ക്രൂശിച്ചോ, നിങ്ങളെന്നെ പിടിച്ചോ എന്നും പറഞ്ഞ് പത്രോസിനെ പോലെ യേശുവിൻ്റെ ശിഷ്യന്മാരെ പോലെ ധൈര്യത്തോടെ മുന്നോട്ട് ചെല്ലുന്നത് പോലെ നിങ്ങളെ ആത്മാവ് ബലപ്പെടുത്തും. വീണ്ടും 57-58 വാക്യങ്ങളിൽ യേശുവിനെ കുറ്റം ആരോപിക്കുന്നവർ പറയുന്നത് ശ്രദ്ധിച്ചോ. ചിലർ എഴുന്നേറ്റ് അവൻ്റെ നേരെ, ഞാൻ കൈപ്പണിയായ ഈ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് കൈപ്പണിയല്ലാത്ത മറ്റൊന്ന് പണിയും എന്നിവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന് കള്ളസാക്ഷി പറഞ്ഞു. ഹല്ലേലൂയ. യോഹന്നാൻ 2-ലുണ്ട്. യേശു കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ. അവൻ തൻ്റെ ശരീരമെന്ന മന്ദിരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആ ബിൽഡിങ് പൊളിക്കുമെന്നല്ല അവൻ പറഞ്ഞത്. ആ ഭരണി പൊട്ടിയതുപോലെ ഈ ജഡമനസ്സ് പൊട്ടണം. കർത്താവ് കൃപ നൽകട്ടെ, ശക്തമായി നിങ്ങൾ ഉപയോഗിക്കട്ടെ. സുവിശേഷത്തിൻ്റെ സൗരഭ്യം നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും സഭാ ജീവിതത്തിലും പരക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുനാമത്തിൽ തന്നെ. ആമേൻ.